തൃശൂരിലെ നാട്ടികയിൽ വഴിയരികിൽ ഉറങ്ങിക്കിടന്ന 5 പേരുടെ മരണത്തിനിടയായ അപകടം അധികമാരും മറന്നു കാണില്ല. ആ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ജാൻസിയുടെ കുടുംബത്തിന്റെ ദുരിതപൂർണമായ ജീവിതം ആരുടെയും കണ്ണു നനയിക്കും. വയനാട് പച്ചിലക്കാടാണ് തകർന്നു വീഴാറായ ഒരു കൂരയിൽ കുട്ടികളടക്കം 18 പേർ ഇപ്പോൾ കഴിയുന്നത്. നവംബർ 2024 തൃശൂർ നാട്ടികയിൽ വഴിയരികിൽ ഉറങ്ങിക്കിടന്നവരുടെ ശരീരത്തിലേക്ക് തടിലോറി പാഞ്ഞുകയറിയുണ്ടായ അപകടത്തിൽ മരിച്ചത് 2 കുരുന്നുകളടക്കം 5 പേർ. ആ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റവർ ഇവിടെയുണ്ട്. വയനാട് പച്ചിലക്കാട് ഇരുമ്പു ഷീറ്റ് കൊണ്ട് ചുവരുള്ള ടാർപോളിൻ തണലൊരുക്കുന്ന ഈ കൂരയിൽ അവരെ കാണാം. ജാൻസിയുടെ 2 കാൽമുട്ടുകളും ആ അപകടത്തിൽ തകർന്നു. കാൽപാദം മുറിഞ്ഞുപോയി. ഭർത്താവ് ദേവേന്ദ്രനും നട്ടലിന് ഗുരുതരമായി പരിക്കേറ്റു. ഇപ്പോൾ ഭാരമേറിയ ജോലികൾ ചെയ്യാനാകില്ല. പപ്പടം വിറ്റാണ് ഇവരുടെ ജീവിതം. ജാൻസിയുടെ സഹോദരങ്ങളുടേതുൾപ്പെടെ 3 കുടുംബങ്ങളിലെ 18 പേരാണ് ഈ കൂരയിൽ കഴിയുന്നത്. ഗവൺമെന്റിന് ഞങ്ങൾക്ക് ഒന്നും ചെയ്തു തന്നില്ല. അന്ന് പാലക്കാട് മരിച്ചവരൊക്കെ പാലക്കാടായിരുന്നു. മരിച്ചവർക്കൊക്കെ 2 ലക്ഷം വെച്ച് കളക്ടർ ഓഫീസിൽ നിന്ന് കിട്ടി. അതിനുശേഷം പരിക്കേറ്റവർക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് 50,000 വെച്ച് കൊടുത്തു. എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ കാര്യം പോയി ഞാൻ പഞ്ചായത്തിൽ പറഞ്ഞു. ഇവിടെ വന്നതിന് ശേഷം ഭർത്താവ് പോയി പറഞ്ഞു. അപ്പോൾ ഈ വേറെ മെമ്പറായിരുന്നു. അവർ പറഞ്ഞു ഇങ്ങനത്തെ സംഭവം തന്നെ ഞങ്ങൾ അറിഞ്ഞില്ല, ഇങ്ങനത്തെ സംഭവം ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞു ഇതേപോലെ നാട് മൊത്തം അറിയുന്ന വാർത്തയല്ലേ, നിങ്ങൾക്ക് മാത്രം എന്താ അറിയാത്തതെന്ന്. അത് ഞങ്ങൾക്കൊന്നും പറഞ്ഞാൽ പറ്റൂല. ഇവിടെ വീടൊന്നും കൊടുക്കാൻ ഒരു സംവിധാനവും ഇല്ല. അന്ന് ചികിത്സ സൗജന്യമായി ലഭിച്ചു. തുടർ ചികിത്സയ്ക്കോ മറ്റാനുകൂല്യങ്ങളായോ സർക്കാരിൽ നിന്ന് പിന്നീട് 1 രൂപ പോലും കിട്ടിയിട്ടില്ല. ജാൻസിയുടെ അമ്മയുടെ പേരിലുള്ള 4 സെന്റ് ഭൂമിയിലാണ് ഈ കൂര. ലൈഫ് പദ്ധതിയിൽ അപേക്ഷിച്ചപ്പോൾ ജാതി സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുമൂലം അവഗണിക്കപ്പെട്ടു. ഇവരെ വീടാണ് ഇവർക്ക് ഏറ്റവും അവരുടെ 18 ആൾക്കാരുണ്ടെങ്കിൽ കൂടി അവർക്ക് ഒരു വീട് മതിയെന്ന് മാത്രമാണ് അവർ നമ്മളോടും പറഞ്ഞത്. നമ്മൾ ഈ നാട്ടുകാരെല്ലാവരും കൂടി ഇവർക്കൊരു വീടുണ്ടാക്കാനൊക്കെ വിചാരിച്ചെങ്കിൽ കൂടി നമുക്ക് എത്ര ആയിട്ടും അങ്ങോട്ട് എത്തുന്നില്ല. ഇവർ നാടോടികളല്ല, തൊഴിലാളികളാണ്. ജോലിക്ക് വേണ്ടിയാണ് അന്ന് പച്ചിലക്കാട്ടിൽ നിന്ന് നാട്ടികയിലേക്ക് പോയത്. അപ്പോഴാണ് അപകടം ജീവിതം തകിടം മറിച്ചത്. ഈ കുടുംബത്തിന് തലചായ്ക്കാൻ സുരക്ഷിതമായ ഒരിടം വേണം. കനിവുള്ളവരുടെ സഹായമുണ്ടാകണം. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.